ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇതിപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ വ്ളോഗാട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. എനിക്ക് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഉച്ച വരെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇത് എടുത്തു വെച്ചിട്ട് കുറേ നാളായി കേട്ടോ. ഒരു പൂജോപ്പിൻ്റെ ഒരു സമയത്തൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ എടുത്തു വെച്ച്. നൈനൂസിന് അന്ന് പോകണ്ടായിരുന്നു. അപ്പം അന്നാണ് ഇത് എടുത്തു വെച്ചത്. പക്ഷേ എഡിറ്റ് ചെയ്യാനും പിന്നെ ഇടാൻ കൊള്ളാവോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ കാരണമാണ് ഇടാതിരുന്നത് ഇത്രയും നാളും. പിന്നെ ഞാൻ കരുതി എന്തായാലും നമുക്ക് വ്ളോഗൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് എന്തായാലും എടുത്തതല്ലേ, അത് ഇടാം എന്ന് കരുതിയിട്ടാണ് എഡിറ്റിങ്ങിനൊക്കെ ആയിട്ട് ഇരുന്നത്. അപ്പോൾ രാവിലത്തെ കുറച്ച് ജോലിയും കാര്യങ്ങളും എഴുന്നേറ്റ് കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളിച്ച് അതൊക്കെ കഴിഞ്ഞ് അത് കയറി നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ചായ ഇടലും ഉച്ചക്കത്തേക്ക് ചോറൊക്കെ വെക്കാനുള്ള പരിപാടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പം നൈനൂസ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ക്യാമറയൊക്കെ വെച്ചേക്കുന്ന കാണുമ്പോഴത്തേക്കിന് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണം. അവളിടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ എത്തിയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാവിലെ ഞാൻ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ദോശയൊക്കെ ചുട്ട് നൈനു എൻ്റെ ഇടയ്ക്ക് വന്നെൻ്റെ ഡ്രസ്സിൻ്റെ ആ വള്ളിയൊക്കെ പിടിച്ച് വലിച്ച്, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവളെ വഴക്കൊക്കെ പറയുന്നുണ്ട്, പിടിച്ച് വലിക്കാതെ അവ കയ്യിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വലിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കര ബുദ്ധിമുട്ട്. അവൾ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആളും വാവയായിട്ട് നല്ല കമ്പനി, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വാവേ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, വഴക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള കുസൃതികളൊക്കെ ഉണ്ടല്ലോ, അവളുടെ പ്രായത്തിൻ്റേതായ കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട് ആൾക്ക്. പിന്നെ ചേച്ചിയുടെ പുറത്ത് പോയി കിടക്കുന്നുണ്ട് അവിടെ ഇടയ്ക്ക്. അങ്ങനെ അവളുണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് അവളുണ്ടെങ്കിൽ ജോലിയും കൂടുതലായിരിക്കും. കാരണം അവളുടെ ഓരോരോ കാര്യങ്ങൾക്ക് പോകണം, അവൾ വിളിക്കുന്നിടത്ത് പോകണം, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ രാവിലത്തെ ചമ്മന്തിക്കുള്ള കടുക് പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ വെളിച്ചെണ്ണ തീർന്നല്ലോ എന്നോർത്തത് ഒഴിച്ച് വെക്കാനായിട്ടും മറന്നുപോയി കേട്ടോ. പിന്നെ ഉള്ളതൊക്കെ ഊറ്റി ഒഴിച്ച് നമ്മൾ കടുക് പൊട്ടിച്ച് ചമ്മന്തിക്ക് കടുക് പൊട്ടിക്കുക കേട്ടോ. ഞാൻ കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് ചമ്മന്തി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കും. ചിലരൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിയിലോട്ട് കടുക് പൊട്ടിച്ച് അങ്ങനെ ഒഴിക്കുന്നതായിട്ട്, ചമ്മന്തി ചൂടാക്കാണ്ട് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ അതിലോട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇങ്ങനെ എടുക്കും. പിന്നെ നൈനൂസിന് ദോശയൊക്കെ പിച്ചി കൊടുത്ത് കുറച്ച് നേരം അവളുടെ കൂടെയൊക്കെ ഇരുന്ന് നമ്മുടെ കുഞ്ഞു ആവ അപ്പോഴത്തേക്ക് ഉറങ്ങും കേട്ടോ. അവളെ ഉറക്കിയിട്ട് അവനെ ഉറക്കിയിട്ട് നമ്മുടെ നൈനൂസിന് ഫുഡ് കൊടുക്കാനിരുന്നിട്ടുണ്ട്. അവളായിട്ട് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു, ഫുഡൊക്കെ കൊടുത്ത് ഞാനും കഴിച്ച്. എന്നിട്ട് നമ്മുടെ രാവിലത്തെ കുക്കിങ്ങിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കാണുമല്ലോ. പിന്നെ നമ്മുടെ സിങ്കിനകത്ത് എപ്പോഴും ഇങ്ങനെ പാത്രങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. ഒരു അക്ഷയപാത്രമാണല്ലോ നമ്മുടെ സിങ്ക്, ഇഷ്ടംപോലെ ഇങ്ങനെ വന്ന് വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ അതെല്ലാം ഒരുവിധം കഴുകിയെല്ലാം മാറ്റി. അതിൻ്റെ ഇടയ്ക്ക് നൈനൂസ് വെളിയിൽ പോയിരുന്ന കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവളോട് വർത്താനം പറയുന്നുണ്ട്, ഇടയ്ക്ക് അവളെ നോക്കുന്നുണ്ട്. അങ്ങനെ അവളുടേതായ കുറച്ച് പരിപാടികളൊക്കെ, വെള്ളത്തിക്കളി അറിയാമല്ലോ പിള്ളേരാകുമ്പോൾ. ഇടയ്ക്ക് വെള്ളത്തിക്കളിയും കുറേ അടുക്കളയിലെ കുറേ പാത്രങ്ങളൊക്കെ പെറുക്കും കൊണ്ടുപോയി അത് വെച്ച് കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അവൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലെ കുറേ പാത്രങ്ങൾ അവളുടെ കയ്യിലായിരിക്കും. പിന്നെ നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ഞാൻ പാത്രമെല്ലാം കഴുകി ഒതുക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ടേബിളൊക്കെ നമ്മൾ ഫുൾ ഏജ് ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ അടുക്കള ജസ്റ്റ് ഒന്ന് തുടച്ചെല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയിലോട്ട് കിടക്കത്തുള്ളൂ കേട്ടോ, കറിയൊക്കെ ഉണ്ടാക്കാനായിട്ടും. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിച്ചപ്പം തീർന്നു പോയായിരുന്നല്ലോ, നമ്മൾ വീണ്ടും വെളിച്ചെണ്ണയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മീനൊക്കെ വറക്കാൻ പോവാണ്. നമ്മൾ ഉച്ചയ്ക്ക് കാര്യമായിട്ടുള്ള കുക്കിങ്ങൊന്നുമില്ല, മീൻ വറക്കുന്നു, പിന്നെ എന്തെങ്കിലും ഒരു മെഴുക്ക് വരട്ടിയും പിന്നെ ഒഴിക്കാൻ എന്തെങ്കിലും ഒരു കറി, അങ്ങനെയൊക്കെ ഉള്ളൂ. കാര്യമായിട്ടുള്ള കുക്കിംഗ് അല്ല. രണ്ടുപേരോടുള്ളപ്പം ഭയങ്കര പാടാണ് നമുക്ക് കുക്ക് ചെയ്യാനും എല്ലാം കൂടെ മാനേജ് ചെയ്യാനും ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം രണ്ട് മക്കളുള്ള അമ്മമാർക്ക് അറിയായിരിക്കും, ഈ ഒരു ഏജിലുള്ള പിള്ളേരുള്ളവർക്ക് മനസ്സിലാകും നമുക്ക് എന്താ ബുദ്ധിമുട്ടെന്ന്. രണ്ടുപേരെയും മാനേജ് ചെയ്യണം. അങ്ങനെ അവളുടെ കുറുമ്പും കാര്യങ്ങളൊക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ കരച്ചിലും ബഹളവും, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം, കുളിപ്പിക്കണം,
കുഞ്ഞുവാവയുടെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടല്ലോ, അതും പിന്നെ ഫുഡ് ഉണ്ടാക്കൽ. അപ്പോൾ എല്ലാം നമ്മൾ ഒരേപോലെ മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. രണ്ടുപേരൂടെ നിൽക്കുമ്പം പിന്നെ എക്സ്ട്രാ കുറച്ച് പാടാം. രാവിലെ സ്കൂളിൽ പോകേണ്ട നമ്മുടെ രാവിലത്തെ ആ ഒരു തിരക്കെ കാണത്തുള്ളൂ. രാവിലെ എല്ലാം കഴിയും. പിന്നെ നമ്മുടെ കുഞ്ഞാവയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവൻ്റെ കൂടെ ഇരുന്നാൽ മതി. അപ്പോൾ ഇവള് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ ആ പരിപാടികളുടെ കൂടെ ഈ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല. ഞാനും പിന്നെ അങ്ങ് മടിയിലാകും. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.